ഹായ് ഓൾ, വെൽക്കം ടു മെൻഡർമെൻറ്റ്സ്. നമുക്കിന്ന് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് പഠിക്കാം. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ഡിസ്ക്രിമിനൻറ്റ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടല്ലേ, അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ x² + 5x = 104 എന്നാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 5 എടുക്കുക, അതിനെ ഹാഫ് ചെയ്യുക, അതായത് 5/2 ചെയ്തിട്ട് അതിൻ്റെ നേരെ സ്ക്വയർ എടുക്കുക. 5/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വി ഗെറ്റ് ആസ് 25/4 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ LHSലും RHSലും ഈ 25/4 ആഡ് ചെയ്ത് കൊടുക്കണം. സോ x² + 5x + നമുക്ക് ഈ ഒരു 25/4 എഴുതാം. അതുപോലെ തന്നെ = 104ൻ്റെ കൂടെയും ഈ 25/4 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടേം x² റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. നെക്സ്റ്റ് മിഡിൽ ടേമിൻ്റെ സിമ്പിൾ എഴുതാം, അതായത് പ്ലസ് എഴുതി കൊടുക്കാം. അടുത്തത് തേർഡ് ടേം, അതിൻ്റെ റൂട്ട് എടുക്കുക. 25/4ൻ്റെ റൂട്ട് 5/2 ദ ഹോൾ സ്ക്വയർ എഴുതാം. സിമിലർലി ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം, 104/1 ഇട്ടിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 104 × 4 416 + 25 × 1 25 ഹോൾ ഡിവൈഡഡ് ബൈ 4 വരും. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 441 / 4 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കാം. സോ നമുക്ക് x + 5/2 = 441ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 21/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ±21/2 ആണ് കേട്ടോ. നമ്മൾ റൂട്ട് എടുക്കുമ്പം ± ആയല്ലോ പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് എഴുതാം അല്ലേ. x = നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പം +21/2 - 5/2 വരും. x = -21/2 - 5/2 എന്ന് രണ്ട് വാല്യൂസ് വരും. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് രണ്ട് സെയിം ആണ് അല്ലേ, 2 ആണ്. അപ്പം മുകളിലത്തെ 21 - 5 ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇറ്റ് ആസ് 16 വരും. 16/2 എന്ന് പറഞ്ഞാൽ 8 വരും. അതേപോലെ അപ്പുറത്ത് -21 - 5 എന്ന് പറയുമ്പോൾ വി ഗെറ്റ് ആസ് -26/2 =